സ്റ്റുഡൻസ് അക്കാഡമിയുടെ ഓൺലൈൻ കെമിസ്ട്രി 10ാം ക്ലാസ്സിന്റെ പാർട്ട് 2ലേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ നിൽക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളും പാർട്ട് 1 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുള്ള മാം വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം പഠിച്ചില്ലേ, 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 2, 8, 18, 32 എന്നൊക്കെ ഏത് എലമെന്റിനെ എടുത്താലും നമുക്ക് എഴുതാൻ കഴിയുന്ന ഇലക്ട്രോൺ വിന്യാസം. അതേപോലെ സബ് ഷെല്ലുകൾക്കും ഒരു വിന്യാസമുണ്ട്. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും മക്കൾ? എന്ന് പറഞ്ഞു നോക്കിയേ. ഇലക്ട്രോണിന്റെ വിന്യാസത്തിന് ഇലക്ട്രോൺ വിന്യാസം. സബ് ഷെല്ലുകൾക്ക് സബ് ഷെൽ എന്താണ്? സബ് ഷെല്ലിന്റെ വിന്യാസം അല്ലെങ്കിൽ സബ് ഷെല്ലിൽ എങ്ങനെയാണ് പൂർത്തീകരിക്കുക ഇലക്ട്രോണ്. ഓക്കെ, അതാണ് നമ്മൾ അടുത്തതായിട്ട് പുതുതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞ പോലെയല്ല, ഇതൊരു പുതിയ കാര്യമാണ്. മക്കൾ ആദ്യമായിട്ട് കേൾക്കുന്ന, 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൊടുക്കണം. കൂളായിട്ട് ഇരുന്നാൽ മതി, ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലേക്ക് പോവാണ്. ആദ്യത്തെ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആദ്യത്തെ ആളാരാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ പറഞ്ഞേ, എത്രയാ? വെരി ഗുഡ്. എത്രയാണ്? 1. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ചത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. അവിടെ ഒരു ഈസി എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസി എന്ന് പറഞ്ഞാൽ സംഭവം ഈസിയാണ്, നല്ല എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ചുരുക്കി കൊടുത്തതാണ്. ഓക്കെ, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പോകുമ്പോൾ, ഞാൻ എഴുതാൻ പോവുകയാണ് 2, 8 എന്നൊക്കെ എഴുതാൻ പോയാൽ അത്രയ്ക്ക് ഇലക്ട്രോൺ ഇതിലുണ്ടോ ഹൈഡ്രജനിൽ? ഇല്ല. എത്രയേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 1 എഴുതിയാൽ മതിയല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതാൻ പോണത്, അഥവാ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. എഴുതിക്കോട്ടെ. ഓക്കെ ആണല്ലോ? ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് എഴുതുമ്പോൾ ഒരു രീതിയുണ്ട്, ഇത് വായിക്കാനൊരു രീതിയൊക്കെ ഉണ്ട്. ഇതിൽ എത്ര ഇലക്ട്രോൺസ് മക്കളെ ഉള്ളത്? എത്ര ഇലക്ട്രോണാ ഉള്ളത്? ഒറ്റൊരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ? ആണ്. ഈ ഒറ്റൊരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏത് ഷെല്ലിലാ കിടക്കുന്നത്? 1ാമത്തെ ഷെല്ലിലല്ലേ? ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അത് എത്രാമത്തെ ഷെല്ലിലാ കിടക്കുക? 1ാമത്തെ ഷെല്ലിലാ കിടക്കുക. അപ്പൊ ഞാൻ എഴുതി, ഞാൻ പറയാൻ പോകുന്ന ഇലക്ട്രോൺ 1ാമത്തെ ഷെല്ലിലാണ് കേട്ടോ കിടക്കുന്നത് എന്നുള്ളതിൽ 1 എന്ന് എഴുതി. 1ാമത്തെ ഷെല്ലില് ഏത് സബ് ഷെല്ലില് മാത്രമേ ഉള്ളൂ? നമ്മൾ നേരത്തെ ഇവിടെ എങ്ങനെ എഴുതി പോയിരുന്നു? ഏതായിരുന്നു? എസ് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്താ എഴുതാൻ മക്കളെ? മക്കളെന്നെ പറയട്ടോ. എത്ര എന്ത് എഴുതാം? എസ് സബ് ഷെല്ല്, എസ് എന്ന് എഴുതാം. ശരിയല്ലേ? ഇനിയാണ് നമ്മൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കാൻ പോകുന്നത്. എത്ര ഇലക്ട്രോൺ കാണുന്നുണ്ട് ഇവിടെ? ഒറ്റൊരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്ത് എഴുതാം? ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ എന്ന് എഴുതാം. ഈ കാര്യം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയി കുറച്ചുകൂടി എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പൊ അധികം ക്ലിയർ ആവാനും ചാൻസ് ഇല്ല. ഒരു 50% ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 100% ആക്കട്ടെ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, ഇത് ആദ്യത്തെ ഷെല്ലായോണ്ട് എന്തെഴുതി? 1 എന്നെഴുതി. ഇത് ഇലക്ട്രോണിന്റെ എണ്ണം അല്ല കേട്ടോ. ഫസ്റ്റ് ഷെല്ല് എന്നുള്ളതിന് 1 എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് ഏതാണ്? ഫസ്റ്റ് ഷെല്ലിൽ ആകെയുള്ള സബ് ഷെല്ല് ഏതാണ്? എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ എസ് കൊടുത്തു. അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാ ചോദിക്കുന്നത്? ആറ്റോമിക നമ്പറിന് ഈക്വൽ ആണ്, അഥവാ തുല്യമാണ്. എന്ത്? ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് എവിടെ പഠിച്ചിട്ടുണ്ട്? 8ലും 9ലും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഇവിടെ 1 തന്നെയല്ലേ? അപ്പൊ ഞാൻ 1ാമത്തെ സ്ഥാനത്ത് എസ് എന്ന സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്ന് എഴുതി. അപ്പൊ നിങ്ങൾ എന്താ വായിക്കുക? 1s 1 എന്നോ? ഇങ്ങനെയാണോ വായിക്കുക? അല്ല. എന്താ വായിക്കേണ്ടത്? ഏത് വായിക്കുമ്പോ എപ്പോഴും എന്തെന്നെ വായിക്കണം? 1s 1 എന്ത് വായിക്കണം? അല്ലാതെ എന്ത് വായിക്കുക? 1s മോളിൽ 1 അങ്ങനെയൊന്നും വായിക്കരുത്. എന്ത് വായിക്കണം? 1s 1. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇവിടെ 1 ഇവിടെ 1 ആയതുകൊണ്ട് കൺഫ്യൂഷനാ. ഇതിപ്പോ 1 ആയതുകൊണ്ടല്ലേ ഇങ്ങനെ വായിക്കാൻ പറ്റുക. അപ്പൊ 2 ഒക്കെ ആണെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് ആരാ മക്കളെ? ഹീലിയം ആണ് നെക്സ്റ്റ്. ആരാണ്? ഹീലിയം. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ പറഞ്ഞോ? എത്രയാ? 2 ആണ് ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഹീലിയത്തിന്റെ സാധാ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ അതന്നെ എടുത്ത് ചോദിക്കും. ഇപ്പൊ ഇവിടെ എന്തേ വേണ്ടു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അഥവാ ഇലക്ട്രോൺ വിന്യാസം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എഴുതിക്കോളൂ. 2 മാക്സിമം എത്ര ഇലക്ട്രോൺ ഉള്ള ഫസ്റ്റ് ഷെല്ലിൽ? 2. ഇനി ഇലക്ട്രോൺസ് ഉണ്ടോ ഇതില്? ഇല്ല. ആകെ 2 ഉള്ളൂ. അതെവിടെ വന്നു? ഫസ്റ്റ് ഷെല്ലിൽ വന്നു. രണ്ടാമത്തെ എഴുതാനില്ല.
ഇനി ഞാൻ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഇത് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? അതെ. അപ്പൊ എന്ത് എഴുതാം? ആദ്യത്തെ ഷെല്ല്, ഒരൊറ്റ ഷെല്ല് മാത്രമേ കാണാനുള്ളൂ. അത് എവിടെയെന്നറിയാം? ഫസ്റ്റ് ഷെല്ലാവുമ്പോ എസ്സിലാണെന്ന് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതുക? എസ് എന്ന് എഴുതുക. ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ആണല്ലോ? നോക്കാം. ഇതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ? 2 ഇലക്ട്രോൺ ആണ് ഇതിലുള്ളത്, ആണല്ലോ. ആ 2 ഇലക്ട്രോൺ ഞാൻ എവിടെ എഴുതുക? ഈ താഴത്താണ് എഴുതിയിട്ടുണ്ട്? അല്ല, എവിടെ എഴുതണ്ടേ? മുകളിലാണ് എഴുതണ്ടത്. അപ്പൊ എഴുതാം. ഇനി ഇതൊന്ന് വായിച്ചേ. 1s 2 എന്നാണോ വായിക്കുക? അല്ല, എന്താ വായിക്കുക? 1s2 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 എന്ന് വായിക്കണം. എന്ന് വായിക്കുന്ന സമയത്ത് ഒന്ന് മുകളിലല്ലേ വിസ കിടക്കണം, അതുകൊണ്ട് എങ്ങനെ നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് വായിക്കുന്ന രീതി എന്ന് പറയുന്നത് 1s2 ആണ്. ഇപ്പൊ ഒരൊറ്റ ഷെല്ലുള്ള കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇവിടെയും 1 തന്നെയാണ് വന്നത്, ഇവിടെയും 1 തന്നെയാണ് വന്നത്. അതുകൊണ്ട് എന്താണ്, ഒരു സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 2 ഷെല്ല് വന്നാലോ? ആ സംശയം തീർക്കാൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോ 2 ഷെല്ലുള്ളതിൽ എങ്ങനെയാവും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, എക്സാമ്പിൾ ലിഥിയം. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എഴുതാണ്? അതിന്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പോവാണ്. എന്താ പറഞ്ഞോ? ടീച്ചർ കൂടെ പറഞ്ഞോ? 2, 1 2 1 എന്നാണ് എന്ത്? ഇലക്ട്രോൺ വിന്യാസം. ക്ലാസ് പഠിച്ച കാര്യമാണ്, ക്ലിയർ ആണ്. പുതിയ കാര്യം നമുക്ക് എഴുതാൻ പോവാണ്. ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. എന്താണ് ഇവിടെ എഴുതി 2 എന്നുള്ളത്? അത് ഏത് ഷെല്ലിലാണ് കിടക്കുന്നത്? മനസ്സിലായോ? ചോദിച്ചു മനസ്സിലായോ? ഈ 2 എന്ന് പറയുന്ന ഇലക്ട്രോണ് ഫസ്റ്റ് ഷെല്ലിലാണോ സെക്കൻഡ് ഷെല്ലിലാണോ എന്ന്? ഫസ്റ്റ് ഷെല്ലിലല്ലേ കിടക്കുന്നത്, ആദ്യമല്ലേ കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ഷെല്ലിലാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഷെല്ലിലാണ് എന്നങ്ങോട്ട് എഴുതി. ഓക്കെ ഓക്കെ, ഇത് പുതിയ കാര്യമാണ്, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഷെല്ലില് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ എന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞു. ആ സബ് ഷെല്ലിന്റെ പേരാണ് എസ്. ആ എസിനെയും എഴുതി. അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? ഇവിടെ എത്ര ഉള്ളത് ഇലക്ട്രോണ്? 2 എന്ന് എഴുതി. അപ്പൊ എന്താണ്? 1s2. നെക്സ്റ്റ് ഇതിലേക്ക് തന്നെ പോവാ. ഇവിടെ 2നെ കുറിച്ച് മാത്രം, ഈ 2 ഇലക്ട്രോണിനെ കുറിച്ച് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും കൂടി പറയാണ്, ശ്രദ്ധിക്കുക, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഷെല്ലിലാണ്, ഫസ്റ്റ് എസ്സിലാണെന്ന് അറിയാം, കാരണം ഫസ്റ്റ് ഷെല്ലിന് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അത് എസ് ആണ്. എഴുതിയല്ലോ. അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. ആ 2ഉം ഇവിടെ ഉണ്ട്. ആ ഇലക്ട്രോണിന്റെ എണ്ണാണ് നമ്മൾ എന്ത് എഴുതിയത്? മുകളിലായിട്ട് എഴുതിയത്. അപ്പൊ ഈ 2നെ കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. ഈ 1 അത് അവിടെ അങ്ങനെ ഇരിക്കുന്നു, ആരും നോക്കാനില്ല എന്നുള്ളതിൽ. അപ്പൊ അടുത്ത 1നെ നോക്കാം. അടുത്തത് നമ്മള് ഫസ്റ്റ് ഷെല്ലിലാണോ കിടക്കുന്നത്? അല്ല, സെക്കൻഡ് ഷെല്ലിലാണ് കിടക്കുന്നത്. ഇത് ഫസ്റ്റ് ഷെല്ലാണ്, ഇത് സെക്കൻഡ് ഷെല്ലാണ്, ഇത് കെ ഷെല്ലാണ്, ഇത് എൽ ഷെല്ലാണ്. അറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിൽ പറഞ്ഞിട്ട് 2 എന്ന് എഴുതി. രണ്ടാമത്തെ ഷെല്ലില് എസ് ഉണ്ട് നമ്മൾ പഠിച്ചു, പിയും ഉണ്ട് എന്ന് പഠിച്ചു. ആദ്യം ഇവിടെ ഇലക്ട്രോൺ എന്നറിയാം, എസ്സിലാണ് ആദ്യം ഇലക്ട്രോൺ എന്നറിയാം, കാരണം എസ്സിന് എനർജി കുറവാണ്, പിക്ക് അതിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് എസ്സിലാണ് ആദ്യം എന്ത് ചെയ്യുക? ഇലക്ട്രോൺ എന്നറിയാം. എസ്സിൽ ഞാൻ 2s കൊടുത്തു. അതിൽ എത്ര ഇലക്ട്രോൺ? എസ് 2 ഇലക്ട്രോണിന് വരെ വാങ്ങിക്കും, പക്ഷേ 2 എണ്ണത്തിന് തന്നെ കിട്ടണം നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇവിടെ എത്രണ്ണേ ഉള്ളൂ കൊടുക്കാൻ? 1 ഉള്ളൂ. അപ്പോ 1 ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോ ലിഥിയം എന്ന് പറയുന്ന മൂന്നാമത്തെ ആറ്റോമിക് നമ്പർ ഉള്ള മൂന്നാമത്തെ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് വായിച്ചേ. 1s2 2s1 1s2 2s1. Is it clear? Okay ആണോ? നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഒരു 4 എക്സാമ്പിളും കൂടി പറയുമ്പോഴേക്കും നമുക്ക് 100% ക്ലിയർ ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ലിഥിയം കഴിഞ്ഞിട്ട് ബെറീലിയം. ബെറീലിയം പിന്നെ സെയിം ഇതിൽ തന്നെ വരിക. നമുക്ക് ചെറിയൊരു വേറൊരു എക്സാമ്പിൾ എടുക്കാം. ബോറോൺ എടുക്കാം. ഓർഡറിൽ വരികയാണെങ്കിൽ അടുത്ത് ബെറീലിയം ആണ് കേട്ടോ വരിക. ഓർഡർ തെറ്റിയതാണെന്ന് വിചാരിക്കരുത്. അടുത്ത് നമ്മൾ ബോറോണിനെയാണ് എടുക്കാൻ പോകുന്നത്. അതിന്റെ Z എന്ന് പറയുന്നത് 5 ആണ്. എത്രയാണ്? 5 ആണ് നമ്മുടെ ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റോമിക് നമ്പർ അനുസരിച്ചിട്ട് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാണ്. നമുക്ക് കുറച്ച് സ്പീഡ് പോവാം. ഇലക്ട്രോൺ വിന്യാസം 2,3 അറിയുന്ന കാര്യമാണല്ലോ.
ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലേക്ക് പോവാം. ഒന്ന് ശ്രദ്ധിച്ചോളുക. ആദ്യത്തെ ഷെല്ലിൽ 1, ആദ്യത്തെ ഷെല്ലിൽ ഒരു എസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇത് അവിടെ നോക്കിക്കോ. ഈ സംഖ്യയാണ് നമ്മൾ ഈ മുകളിൽ എഴുതുന്നത് 1s2. ക്ലിയർ? രണ്ടാമത്തെ ഷെല്ലിൽ ഫസ്റ്റ് വരുന്ന ഷെല്ല് ഊർജം കുറവായ എസ് ആണ്. എസ് എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും എത്ര എണ്ണ കൊള്ളിക്കുള്ളൂ? മാക്സിമം 2 എണ്ണേ പറ്റുള്ളൂ. ഒന്നും കൂടി പിടിച്ചോ എന്ന് പറഞ്ഞ എന്ത് ചെയ്യാ? കേൾക്കൂല എസ്. ഓക്കെ ആണല്ലോ? 2s2 എഴുതി. അപ്പോ രണ്ട് കാര്യം ഓക്കെ. ആദ്യത്തെ ആളെന്താണ്? ഓക്കെ, ഇതാ 1s2 2 കൊടുത്തിട്ട് ഈ 2 ഇങ്ങനെ അവിടെ കടന്ന് കളിക്കുന്നുണ്ട്. അത് ഓക്കെയാണ്. ഈ 3 എന്നുള്ള ഇലക്ട്രോണിന്ന് 2 ഇലക്ട്രോണിന് എസ് വാങ്ങി, 3 2 ഇലക്ട്രോണിന് എസ് വാങ്ങി കഴിഞ്ഞാൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 1 ഇലക്ട്രോണും കൂടി ഉണ്ടാവും. ആ ഇലക്ട്രോൺ എങ്ങോട്ടാ പോവാ? രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ലുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒന്ന് എസും മറ്റേതൊന്ന് പിയും. ക്ലിയർ ആണോ? ആ എസിനെ മാം ഇപ്പൊ ഇവിടെ എഴുതിയില്ലേ? അതുപോലെ രണ്ടാമത്തെ ഷെല്ലിലുള്ള പീനെ കൂടി 2p എന്ന് പറഞ്ഞിട്ട് എഴുതി. അതില് കൊള്ളിക്കാൻ പിയില് 6 എണ്ണം വരെ കൊള്ളും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരത്തെ പഠിച്ചു. എസില് 2, പിയില് 6, ഡിയില് 10, എഫില് 14 എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമില്ലേ? അപ്പൊ പിയില് 6 എണ്ണം വരെ കൊള്ളും. പക്ഷെ ഇവിടെ ഈ 3-ൽ നിന്ന് 2 ഇയാൾക്ക് കൊടുത്തു. ബാക്കി എത്രയേ ഉള്ളൂ? 1 കൂടിയേ ഉള്ളൂ. ഇനി കൂട്ടാൻ പറ്റുമോ? ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ വലിച്ചു വാരി എഴുതി വെച്ചിട്ട് നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ശരിയാണോ നോക്കാൻ വേണ്ടിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. മക്കളെ ഒന്ന് നോക്കുക. ഇതിന്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരാം. 1s 2s 2p എന്ന് കണ്ടോ? ഇവരെ അങ്ങ് മറന്നേക്കാം. ഈ മുകളിൽ എഴുതിയവരെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് 2 + 2 4 + 1 5. അതന്നെയല്ലേ ഇതിന്റെ ആറ്റോമിക് നമ്പർ അല്ലേ? എഴുതി കഴിഞ്ഞിട്ട് ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ടീച്ചർ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി മക്കൾ ഇത് നോക്കിയേ. ഈ 1s-ന് 2s-നെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. അതിന് മുകളിൽ എഴുതിയ 2 + 1 എത്രയാ? 3 ആണ്. അതല്ലേ ഇതിന്റെ ആറ്റോമിക് നമ്പർ? അപ്പൊ തെറ്റിപ്പോയോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാ പോരെ? ക്ലിയർ ആണോ? അപ്പൊ ഈ ബോറോണിനെ ഒന്നുകൂടി നോക്കിക്കോളൂ. ബോറോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,3 2 3 എന്നാണ് നമ്മൾ എഴുതിയത്. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് പറയുന്നത്, അഥവാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി ഒന്നിലേക്ക് നോക്കുക. ഫസ്റ്റ് ഷെല്ലില് എസ് മാത്രമേ ഉള്ളൂ. മാക്സിമം 2 ഇലക്ട്രോൺ പോകും. ഇയാൾ ഹാപ്പിയായി, ഇയാളെ കാര്യം തീരുമാനമായി. നെക്സ്റ്റ് രണ്ടാമത്തെ ഷെല്ലില് എസ് ഉണ്ട്. ആ എസ് ആകെ 2 എണ്ണത്തിനെ വാങ്ങിക്കുള്ളൂ. ഇതിന്ന് 2 എണ്ണത്തിന് അങ്ങ് ഇവര് വാങ്ങിച്ചു പോയി. ബാക്കി 3-ൽ എത്രണ്ണം കൂടി ഉണ്ട്? ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഒരാൾ പറയും ഇനിയും കൂടി ആരെയും കൊണ്ടുപോകുക പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പറയുന്നത് ആര് വന്നു? പി എന്ന് പറയുന്ന മറ്റൊരു സബ് ഷെല്ല് കൂടി വന്നു. പിയിൽ മാക്സിമം 6 ഇലക്ട്രോണാ കൊള്ളുക. പക്ഷെ ഇവിടെ ആകെ പിക്ക് എത്ര എടുത്താൽ മതി? 1 എടുത്താൽ മതി. പിക്ക് സന്തോഷമാണ്, കാരണം 1 എടുക്കേണ്ട ആവശ്യമുള്ളൂ. 6 മേടിക്കേണ്ട ആവശ്യമില്ല. 7 വന്നാൽ പി എടുക്കുവോ? ഇല്ല. മാക്സിമം പി എത്രയേ കൊടുക്കുള്ളൂ? 6 കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ 1 ഇവിടെ കൊടുക്കും ചെയ്തു. ഒക്കെ കൂടി ആഡ് ചെയ്ത സമയത്ത് എല്ലാം കൂട്ടി നോക്കിയ സമയത്ത് 5 കിട്ടി. ഓക്കെയാണ്. ഇപ്പൊ ഇത് ചെറിയ 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 സംഖ്യകളാണ്. നമുക്കൊരു കുറച്ചുകൂടി വലിയൊരു എക്സാമ്പിളിലേക്ക് പോയാലോ? അപ്പൊ ഒരു എക്സാമ്പിളും കൂടി, ഒരു 2-3 എക്സാമ്പിളും കൂടി നമുക്ക് നോക്കിയിട്ട് കുറച്ച് വർക്ക് ആയിട്ട് നിങ്ങൾക്കൊരു വർക്ക് തരാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുന്നത് നമ്മൾ ഫ്ലൂറിനാണ്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലത് മാത്രമേ ബൈഹാർട്ട് ചെയ്യേണ്ടൂ. അതെന്താന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പറയാൻ പോവാണ്. എന്താ എഴുതാ? 2 8 വരില്ല അതല്ലേ? 2 7. അതാണല്ലോ ഇലക്ട്രോണിക് വിന്യാസം. ഓക്കെ. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോകുമ്പോൾ നിയമം അതുപോലെ പറഞ്ഞു ഒന്ന് ഒരുമിച്ച് എഴുതാൻ നോക്കുക കേട്ടോ. നിങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്ന പേപ്പറും പെന്നൊക്കെ വെച്ചിട്ടുണ്ട് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പേപ്പറിലും ഇതൊന്ന് എഴുതി നോക്കുക. ഓക്കെ ആണോ? ഫസ്റ്റ് ഷെല്ല് പറഞ്ഞതല്ലേ? ഫസ്റ്റ് ഷെല്ല് ഇത് രണ്ടാമത്തെ ഷെല്ലല്ലേ? ഓക്കെ. ഫസ്റ്റ് ഷെല്ലില് ആകെ എത്ര സബ് ഷെല്ലേ ഉള്ളൂ? ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ. ആ സബ് ഷെല്ലിന്റെ പേരാണ് എന്ത്? എസ് ആണല്ലോ. എസ് എന്ത് പറഞ്ഞാൽ ആര് പറഞ്ഞാലും എത്ര ഇലക്ട്രോൺ എസ് മാക്സിമം എടുക്കുള്ളൂ? 2 ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോണിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് എന്ന്
പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കോമയൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇല്ല, നമ്മൾ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ഇടയിൽ ഇടുന്ന കോമയൊന്നും ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ഇടയിൽ ഇടാൻ പാടില്ല കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിലേക്ക് കടക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ കണ്ണടച്ച് എഴുതിക്കോ. എന്ത് 2 ക്ലിയർ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിൽ ആദ്യം എസ് ആണോ പി ആണോ എന്നറിയാന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് എസ് എന്ന് പറഞ്ഞാൽ എനർജി കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് പി, അതുകൊണ്ട് ആദ്യം എസ്സിലാണെന്നറിയാം. എസ് എന്ത് പറഞ്ഞാലും എത്ര ഇലക്ട്രോൺ വാങ്ങിക്കും? 2 ഇലക്ട്രോൺ വാങ്ങിക്കും. അപ്പൊ എന്തായി? 2s2 എന്നായി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോൺ വാങ്ങിച്ചു എന്നുള്ളൊരു ഇത് വന്നു. ഇനി ഈ രണ്ടാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോണിനെ ഇവർ വാങ്ങിച്ചു. അപ്പൊ 7 ബാക്കി എത്ര ഇലക്ട്രോൺസ് കൂടി ഉണ്ട്? 5 ഇലക്ട്രോണും കൂടി ബാക്കിയില്ലേ? 7 2 ഇലക്ട്രോൺസിനല്ലേ എസിന് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അതിൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോണും കൂടി ബാക്കിയുണ്ട്. അത് രണ്ടാമത്തെ തന്നെ ഉള്ള ഒരു സബ്ഷെല്ല് പി. രണ്ടാമത്തെ ഷെല്ലിന് 2 സബ്ഷെല്ലുണ്ട്, എസും പിയും. അതിൽ പിയില് എത്രണ്ണം മാക്സിമം എത്രണ്ണ കൊള്ളുക? 6 എണ്ണാണ് മാക്സിമം കൊള്ളുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇവിടെ എത്രണ്ണം കൊള്ളിച്ചാൽ മതി? 5 എണ്ണം കൊള്ളിച്ചാൽ മതി. കുഴപ്പമില്ലല്ലോ, 7 ഒന്നും അല്ലല്ലോ, 5 അല്ലേ? അപ്പൊ ഓക്കെ ആണ്. അപ്പൊ ഇതൊന്ന് വായിച്ചേ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്ലൂറിൻ ഒന്ന് വായിച്ചേ. 1s2 2s2 2p5. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് വലിയൊരു എക്സാമ്പിളിലേക്ക് പോകാം. വലിയ എക്സാമ്പിൾ എന്നല്ല, നമ്മൾ എന്നും എക്സാമ്പിൾ ആക്കി എടുക്കുന്ന സോഡിയം. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോഡിയത്തിനെ വെച്ചിട്ട് ഫസ്റ്റ് പറയാം അല്ലെ. അപ്പൊ സോഡിയത്തിന് തന്നെ ഇതിനും കൂടി നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മക്കൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമുക്ക് പറഞ്ഞേ 281 2 8 1 എന്നുള്ളതാണ് എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം, അല്ലെങ്കിൽ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ആണല്ലോ. ഇനി അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ്. ആ മെത്തേഡിൽ ഒന്ന് ഒരുമിച്ച് ആ പേപ്പറിൽ ഒന്ന് എഴുതിയിട്ട് വരിക കേട്ടോ. ആദ്യത്തെ ഷെല്ലിൽ എസ് സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, മാക്സിമം 2 ഇലക്ട്രോൺ കൊള്ളൂ. തീർന്നല്ലോ. രണ്ടാമത്തെ ഷെല്ലിൽ ഇവരെ കുറിച്ചാ പറയണത്. രണ്ടാമത്തെ ഷെല്ലിൽ എസ്സില് മാക്സിമം 2 എണ്ണേ കൊള്ളുള്ളൂ. ഈ 8 എണ്ണത്തിൽ 2 എണ്ണം എസ്സിന് കൊടുത്താൽ 8 2 പോയ ബാക്കി 6. ഇതൊക്കെ അറിയാവുന്ന കുട്ടികളല്ലേ അല്ലേ? വലിയ കുട്ടികളല്ലേ? ഓക്കെ, 2p6 എന്ന് എഴുതാം. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് 9 ആയിരുന്നെങ്കിൽ അങ്ങനെ കോൺഫിഗറേഷൻ വരുമോ? രണ്ടാമത്തേല് മാക്സിമം ഷെല്ലിൽ എത്ര എണ്ണേ വരുള്ളൂ? 8 എണ്ണേ വരുള്ളൂ എന്ന് പണ്ടെപ്പോഴോ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ p6 ഇനി എത്ര എണ്ണം വന്നാലും p എന്ത് ചെയ്യില്ല? ഉൾക്കൊള്ളിക്കില്ല, അടുത്ത ആളേക്ക് വിടുകയാണ്. അപ്പോ ഇവരുടെ കാര്യം തീരുമാനമായി. 2 എണ്ണം എസിനും കൊടുത്തു, 6 എണ്ണം പിക്കും കൊടുത്തു, 8 എണ്ണം കഴിഞ്ഞു. സെക്കൻഡ് ഷെല്ലും ഹാപ്പി, ഫസ്റ്റ് ഷെല്ലും ഹാപ്പി. ആദ്യം ആരുണ്ട്? മൂന്നാമത്തെ ഷെല്ലിൽ ഒരാൾ കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുണ്ട്, എസ് പി ഡി. അപ്പൊ ആദ്യം ആരാ വരിക? എനർജി കുറഞ്ഞ എസ് ആണ് ആദ്യം വരിക. 3s എന്ന് വന്നു. അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും മക്കളെ? 2 ഇലക്ട്രോൺ വരെ കൊള്ളും. പക്ഷെ ഇവിടെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 2 എണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ആകെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അവര് ഇതങ്ങ് വാങ്ങിക്കും. ഇനി സംശയം, ഇനിയിപ്പോ ഇത് എഴുതിയത് തെറ്റിയിട്ടുണ്ടാവും. എക്സാമുകളിലൊക്കെ ഇരിക്കുമ്പോ അങ്ങനെ കുറെ വാരി വലിച്ച് എഴുതി കഴിഞ്ഞത് ഇപ്പൊ തെറ്റാണോ എന്നൊരു സംശയം മക്കളെ വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? ഇത് മൊത്തം അങ്ങോട്ട് മറന്നേക്കുക. ഈ മോളിൽ കിടക്കുന്നവരെ മാത്രം ഒന്ന് ആഡ് ചെയ്തേ. 2 2 4 4 6 10 10 1 11. കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ തന്നത്? ഇത് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും 11. ഇതിങ്ങനെ എഴുതിയിട്ട് ഇത് മൊത്തം കൂട്ടിയിട്ട് ശരിയാണോ നോക്കും ചെയ്യാം. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഷെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2n² എന്നുള്ളൊരു ഇക്വേഷൻ യൂസ് ചെയ്തല്ലോ. അപ്പോ എസിൽ എത്രയുണ്ട്, പിയിൽ എത്രയുണ്ട്, ഡിയിൽ എത്രയുണ്ട്, എഫിൽ എത്രയുണ്ട് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു 2 6 10 14 ആണെന്ന് പറഞ്ഞു. അപ്പോ ഇതിന്റെ എങ്ങനെയാണ് ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക ഇക്വേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത്. എസിൽ കൊള്ളുന്ന 2 ആണ്. അതിനോട് കൂടി ഒരു 4 ആഡ് ചെയ്ത് നോക്കിയപ്പോ എത്ര കിട്ടി? 6 കിട്ടി. അതാണ് എന്ത്? പിയിൽ കൊള്ളുന്നത്. ആ 6നോട് ഒരു 4 കൂടി മക്കളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ 10 ആണ്. അതാണ് ഡിയിൽ കൊള്ളുന്നത്. അത് ആ 10നോട് ഒരു 4 കൂടി ആഡ് ചെയ്ത് നോക്കി 14 ആണ്. അതാണ് എഫിൽ കൊള്ളുന്നത്. അതുകൊണ്ട് ഒന്നും തന്നെ
അങ്ങനെ ബൈഹാർട്ട് പഠിക്കരുത്. ഇങ്ങനെ മനസ്സിലാക്കി ഓരോ ട്രിക്ക് വെച്ചിട്ട് വേണം മക്കൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ പീരിയോഡിക് ടേബിൾ പറഞ്ഞു, അതിലെ എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ആ എലമെന്റ്സ് ഒക്കെ പറഞ്ഞു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വന്നു. ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ന്യൂക്ലിയസിനെയും പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എല്ലാം പറഞ്ഞു. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെ. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഉള്ളിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് പറഞ്ഞ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വന്നു. സബ്ഷെൽ എന്ന് പറയുന്നത് SPDF ആണെന്നും എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺ. ഇത്രയും കാര്യങ്ങളും പിന്നെ ഇതുപോലെയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ ഉദാഹരണങ്ങളും കൂടുതലായിട്ടുള്ള ഈ പാർട്ടിലേക്ക് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ മക്കൾക്കും താങ്ക് യു. എല്ലാവരും വർക്ക് ചെയ്യണം, കൂളായിട്ട് ഇരുന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? താങ്ക് യു. അപ്പോ ഇതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പട്ടിക 1.6 പേജ് നമ്പർ 12 പട്ടിക 1.6 മറക്കരുത്. പേജ് നമ്പർ 12 ആണ്. പട്ടിക എത്രയാണ്? 1.6. 1.6 എന്തുണ്ട്? ഇതിനൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫ്ലൂറിന്റെയും നൈട്രജന്റെയും സോഡിയം, അലുമിനിയം തുടങ്ങിയവരൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്ന രീതിയിൽ മക്കൾ എഴുതി നോക്കുക. എന്നിട്ട് ശരിയാണോ എന്ന് മുകളിലേത്തേത് നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? എന്തായാലും ചെയ്യണം, വെറുതെ ഇരിക്കാൻ പാടില്ല. ഓക്കെ, ചെറിയൊരു 5 മിനിറ്റ് നിങ്ങൾ സമയം മാത്രമേ ഇതിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടൊന്ന് ഈ ക്ലാസ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ മക്കൾക്ക് നല്ല മാർക്ക് കെമിസ്ട്രിയിൽ വാങ്ങിക്കുക എന്നുള്ളൊരു ഗ്യാരണ്ടി മാം തരികയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത ഭാഗങ്ങൾ ഇതിലും കൂടുതൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. അപ്പം തന്നെ അതിന്റെ ആൻസേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ ആണല്ലോ? എല്ലാവരും പഠിക്കുമല്ലോ? ഓക്കെ, താങ്ക് യു.